ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം കാണപ്പെടുന്നത് ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിലായിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക്, അമേരിക്കയിലാണെങ്കിൽ ദ ഫെഡറൽ റിസർവ്. അങ്ങനെ സെൻട്രൽ ബാങ്കുകൾ കഴിഞ്ഞാൽ സാധാരണ ബാങ്കുകളിലായിരിക്കും പണം കൂടുതൽ ഉണ്ടാവുമെന്നതാണ് നമ്മുടെ പൊതുധാരണ. എന്നാൽ അമേരിക്ക പോലുള്ള പല വിദേശ രാജ്യങ്ങളിലും ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഈ ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിൽ നിന്നായിരിക്കും ആ രാജ്യത്തെ മറ്റു ബാങ്കുകളിലേക്ക് പണം കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബാങ്കിൽ സൂക്ഷിക്കുന്നതിന്റെ പല മടങ്ങ് പണം ഇത്തരം ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിൽ ഉണ്ടാവുമെന്ന് ചുരുക്കം. ഇതുപോലുള്ള ഡിസ്ട്രിബ്യൂഷൻ സെന്റർ കൊള്ളയടിക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും? എന്നാലത് നടന്നിട്ടുണ്ട്. അമേരിക്കയിലെ 6 സുഹൃത്തുക്കൾ ചേർന്ന് അതിവിദഗ്ധമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആ റോബറിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. സെപ്റ്റംബർ 12 അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ് സംഭവം നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിൽ ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റി എന്ന പേരിൽ ഒരു ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലൊന്നായിരുന്നു ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റി. മില്യൺ കണക്കിന് ഡോളേഴ്സാണ് അവിടെ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത്. ബാങ്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ പ്രവർത്തന രീതികൾ. ഒന്നില്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ക്യാഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഉള്ള വാഹനങ്ങൾ മാത്രമേ ആ സ്ഥാപനത്തിനകത്തേക്ക് വരികയുള്ളൂ. അതെല്ലാം തന്നെ ഹൈലി സെക്യൂർഡ് ആംഡ് ട്രക്കുകളായിരിക്കും. ഇതിനു പുറമെ ആ സ്ഥാപനത്തിലേക്ക് എത്തുന്നത് അവിടുത്തെ ജീവനക്കാർ മാത്രമായിരിക്കും. ബാങ്കുകളിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നത് പോലെയൊന്നും ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് ആർക്കും പ്രവേശനമുണ്ടാവില്ല, ഓതറൈസ്ഡ് പേഴ്സൺസിനെ ഒഴിച്ച്. ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റിയിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്ന ട്രക്കുകൾക്ക് വരാനും പോവാനുമായി ഒരു മെയിൻ ഗേറ്റ് ഉണ്ട്. ഇതുകൂടാതെ ജീവനക്കാർക്ക് വന്നു പോവാനായി മറ്റൊരു ഗേറ്റും. ഈ 2 ഗേറ്റുകളിലൂടെയും വന്നു പോകുന്നവരെ നിരീക്ഷിക്കുന്നതിനായി സർവൈലൻസ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഗേറ്റ് കടന്ന് ബിൽഡിങ്ങിനകത്തേക്ക് ചെന്നാൽ ആദ്യമൊരു ഹാൾവേ വരും. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു റൂമുണ്ട്. അവിടെ വെച്ചാണ് ജീവനക്കാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതും റെസ്റ്റ് എടുക്കുന്നതുമെല്ലാം. അത് കടന്നു ചെല്ലുമ്പോഴെത്തുന്നതാണ് കൺട്രോൾ റൂം. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ എല്ലാ ക്യാമറകളിലെയും വിഷ്വൽസ് ഡിസ്പ്ലേ ചെയ്യുന്നത് ആ റൂമിലെ മോണിറ്ററുകളിലാണ്. ഇന്നത്തെ പോലെ ഒരു മോണിറ്ററിൽ തന്നെ ഒരേ സമയം എല്ലാ സർവൈലൻസ് ക്യാമറ ഫുട്ടേജുകളും കാണാൻ അന്ന് സാധിക്കുമായിരുന്നില്ല. മെയിൻ ഗേറ്റിലെ CCTV ഉൾപ്പെടെ മൊത്തം 25 ക്യാമറകളാണ് ആ സ്ഥാപനത്തിലുള്ളത്. ഇത്രയും ക്യാമറകളിൽ നിന്നുമുള്ള വിഷ്വൽസ് കൺട്രോൾ റൂമിലുള്ള 4 മോണിറ്ററുകളിലായി മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത് പ്രകാരം കൃത്യമായ ഇടവേളകളിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. ഈ കൺട്രോൾ റൂം കഴിഞ്ഞ് ചെല്ലുന്നതാണ് ഫസ്റ്റ് വോൾട്ട് റൂം. എന്നാൽ അവിടെ പണമുണ്ടാവില്ല, മറിച്ച് ഒരു മാനേജറും 2-3 അക്കൗണ്ടൻസും ജോലി ചെയ്യുന്നുണ്ടാവും. ആ വോൾട്ട് റൂമിനകത്തായുള്ള ക്യാബിൻ ക്രോസ് ചെയ്ത് പോയാൽ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ക്യാഷ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന മെയിൻ വോൾട്ടിന് മുന്നിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു മെയിൻ വോൾട്ടിന്റെ ഡോർ വളരെ വലുതും കനം കൂടിയ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചതുമാണ്. അതുകൊണ്ട് തന്നെ ആ വോൾട്ട് തകർത്ത് പണം മോഷ്ടിക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ഹയർ ഒഫീഷ്യൽസ് എല്ലാം ചിന്തിച്ചിരുന്നത്. ഒരു ബാങ്കിലേക്ക് പണം കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ആദ്യം ഒരു കസ്റ്റമറിനെ പോലെ ബാങ്കിലെത്തുകയും ബാങ്കിനകത്തെ കാര്യങ്ങളെല്ലാം നേരിട്ട് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും റോബറി പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലേക്ക് പുറമേ നിന്നുള്ള ആർക്കും പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, സെക്യൂരിറ്റി ഒന്നും പുറത്തുള്ള ഒരാൾക്കും അത്ര പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ഇനി ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ജീവനക്കാരെങ്കിലുമാണ് റോബറി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണെന്ന് പറയാം. അതാണ് ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റിയിലും സംഭവിച്ചത്. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്ന അലൻ പേസ് ആണ് ഈ റോബറിയുടെ മാസ്റ്റർ മൈൻഡ്. അലൻ പേസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കടുത്ത സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സമയമായിരുന്നു അത്. കുറച്ചു കാലമായി അദ്ദേഹം ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അവിടുത്തെ സാലറി കൊണ്ട് മാത്രം അലൻ പേസിന് കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നും ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ മില്യൺ കണക്കിന് ഡോളേഴ്സിനിടയിൽ സമയം ചിലവഴിച്ചതിനു ശേഷം ജോലി കഴിഞ്ഞ് ദാരിദ്ര്യം നിറഞ്ഞ വീട്ടിലെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് അലൻ പേസിന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. ഇതോടെയാണ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ റോബറി നടത്താനുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങിയത്. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേക്ക് ക്യാഷുമായി വരുന്നതും പോകുന്നതുമായ ആംഡ് ട്രക്കുകളെയും അതിലെ ഡ്രൈവേഴ്സിനെയും മറ്റ് ജീവനക്കാരെയും പരിശോധിക്കലാണ് അലൻ പേസിന്റെ പ്രധാന ജോലിയെങ്കിലും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായൊരു അറിവുണ്ടായിരുന്നു.
ഒരു കാര്യമൊഴിച്ച്. കൺട്രോൾ റൂമിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് അലൻ പേജിന് കൃത്യമായി അറിയില്ലായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ 25 CCTVകളിൽ നിന്നുമുള്ള വിഷ്വൽസ്, കൺട്രോൾ റൂമിലെ മോണിറ്ററുകളിൽ കാണിക്കുന്ന രീതി, ടൈമിംഗ്, ഇതൊന്നും മനസ്സിലാക്കാതെ റോബറി അസാധ്യമാണെന്ന് അലൻ പേജിന് അറിയാമായിരുന്നു. കൺട്രോൾ റൂമിലേക്ക് നിയോഗിക്കപ്പെട്ട ഗാർഡ്സിനല്ലാതെ മറ്റാർക്കും അതിനകത്തേക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അതിനായി അലൻ പേജ് ഒരു എളുപ്പവഴി കണ്ടെത്തി. കൺട്രോൾ റൂമിലെ ഗാർഡായി ജോലി ചെയ്തിരുന്ന ടമീക്കോ കാർണസ് എന്ന വനിതാ ജീവനക്കാരിയുമായി അടുപ്പം സ്ഥാപിച്ച് അവരെ തന്റെ കാമുകിയാക്കുക എന്നുള്ളതായിരുന്നു അലൻ പേജ് കണ്ടെത്തിയ മാർഗം. ടമീക്കോ കാർണസ് സിംഗിൾ ആയിരുന്നതുകൊണ്ട് തന്നെ അലൻ പേജിന്റെ പ്രതീക്ഷകൾ തെറ്റിയില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അലൻ പേജ് ആ സ്ത്രീയുമായി അടുപ്പത്തിലായി. അത് മുതലെടുത്ത അദ്ദേഹം കൺട്രോൾ റൂമിനകത്തെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചു മനസ്സിലാക്കി. 25 CCTV ക്യാമറകളിലെ ഫുട്ടേജുകൾ കൃത്യമായ ഇടവേളകളിൽ എത്ര സെക്കൻഡ് വരുമെന്നും, ഒരു CCTVയിലെ ഫുട്ടേജ് മോണിറ്ററിൽ വന്നു കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞാണ് അതേ CCTVയിലെ ഫുട്ടേജ് വീണ്ടും മോണിറ്ററിൽ വരിക എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ടമീക്കോ അലൻ പേജിനോട് പറഞ്ഞുകൊടുത്തു. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ടമീക്കോയ്ക്ക് ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നെങ്കിലും അവളത് പുറത്തു പറഞ്ഞില്ല. അടുത്ത ഘട്ടമായി റോബറിക്ക് വേണ്ടിയുള്ള ഒരു ടീം ഫോം ചെയ്യാൻ അലൻ പേജ് തീരുമാനിച്ചു. അദ്ദേഹം തന്റെ ക്ലോസ് ഫ്രണ്ട്സായ യൂജിൻ ഹിൽ, ഫ്രെഡി, ടെറി ബ്രൗൺ എന്നിവരോട് റോബറിയെക്കുറിച്ച് സംസാരിച്ചു. എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിലുള്ളവരായിരുന്നതുകൊണ്ട് തന്നെ അലൻ പേജിന്റെ ടീമിൽ അംഗമാവാൻ അവർ 3 പേരും സമ്മതമറിയിച്ചു. ഇവർ 4 പേരും സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനും മറ്റുമെല്ലാം അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു. പോരാത്തതിന് എല്ലാവരും ഫിസിക്കലി ഫിറ്റുമാണ്. എന്നാൽ ഈ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി അലൻ പേജിന്റെ കാമുകി ടമീക്കോ കാർണസിന്റെ ജോലി നഷ്ടമായത്. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്നും ഒരു ബാങ്കിലേക്ക് കൊണ്ടുപോവാനായി പാക്ക് ചെയ്തു വെച്ചിരുന്ന ക്യാഷിൽ നിന്നും ടമീക്കോ കുറച്ച് പണം മോഷ്ടിച്ചത് കൈയോടെ പിടിച്ചതിനാലാണ് അവരുടെ ജോലി നഷ്ടമായത്. അവരുടെ വീട്ടിൽ നിന്നും പണം വീണ്ടെടുക്കുകയും ചെയ്തു. അലൻ പേജ് വലിയൊരു റോബറി നടത്താൻ പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത്. സ്വാഭാവികമായും അവിടുത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ടമീക്കയുടെ കാമുകനാണ് അലൻ പേജ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനാൽ തനിക്ക് നേരെയും അന്വേഷണം വരുമോ എന്ന് അലൻ പേജ് ഭയന്നിരുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ കൂടി ഇനി റോബറി നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കാരണം കൺട്രോൾ റൂമിൽ ടമീക്കോയ്ക്ക് പകരമായി പുതിയൊരു ഗാർഡിനെ നിയമിച്ചു കഴിഞ്ഞു. അയാളെ കയ്യിലെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുകയുമില്ല. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു. അവസാനം അലൻ പേജ് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനി എന്തൊക്കെ തന്നെ വന്നാലും അതെല്ലാം മറികടന്ന് റോബറി വിജയകരമായി പൂർത്തിയാക്കണമെന്നുള്ളതായിരുന്നു ആ തീരുമാനം. തൊട്ടടുത്ത ദിവസം തന്നെ അലൻ പേജ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. ടീം മെമ്പേഴ്സിനെയെല്ലാം തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അവരെത്തുമ്പോഴേക്കും ആ വീട്ടിൽ ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റിയുടെ ഒരു ഡ്രോയിങ് അലൻ പേജ് തയ്യാറാക്കി വെച്ചിരുന്നു. അതുപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ സെക്യൂരിറ്റി ഗാർഡ്സ് എവിടെയെല്ലാമാണ് നിൽക്കുന്നത്, പണം സൂക്ഷിച്ചിരിക്കുന്ന മെയിൻ വോൾട്ട് എവിടെയാണ്, അങ്ങോട്ട് പോകുന്ന വഴികൾ ഏതെല്ലാമാണ് എന്നെല്ലാം വളരെ വ്യക്തമായി തന്നെ അലൻ പേജ് ടീം മെമ്പേഴ്സിന് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം റോബറി നടത്തുന്നതിന് വേണ്ട ഡേറ്റും തീരുമാനിച്ചു. 1997 സെപ്റ്റംബർ മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. കാരണം അത് മാസാവസാനമാണ്. കൂടാതെ വീക്കെൻഡ് സമയമായിരുന്നതിനാൽ വോൾട്ടിനകത്ത് കുറച്ചധികം പണം ഉണ്ടാവുമെന്നുള്ളതും ജീവനക്കാർ കൂടുതൽ പേരും അവധിയായിരിക്കുമെന്നുള്ളതുമായിരുന്നു അവസാന വെള്ളിയാഴ്ച തിരഞ്ഞെടുക്കാൻ കാരണം. ഇതെല്ലാം കേട്ട അലൻ പേജിന്റെ ടീം മെമ്പേഴ്സിന് റോബറി വളരെ എളുപ്പത്തിൽ നടത്താൻ കഴിയുമെന്നുള്ള ചിന്ത വരുന്നു. എന്നാൽ അതത്ര എളുപ്പമല്ല എന്നും CCTVയിൽ പെടാതെ വേണം വോൾട്ടിനകത്ത് കടക്കാനെന്നും അതിന് ഒത്തിരി ട്രെയിനിങ് ആവശ്യമാണ് എന്നും അലൻ പേജ് ടീം മെമ്പേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ശേഷം അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കുന്നതിനായി എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ഒത്തുകൂടാൻ അവർ തീരുമാനിച്ചു. ആ സ്ഥലത്ത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലേതുപോലെ നിരവധി ഡമ്മി CCTVകൾ സ്ഥാപിച്ച് അലൻ പേജിന്റെ കാമുകി പറഞ്ഞുകൊടുത്ത ടൈമിംഗ് വെച്ച് ഓരോ ക്യാമറയും ഏത് ടൈമിലാണ് മറികടക്കേണ്ടത്, വോൾട്ടിൽ നിന്നും പണമെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ CCTVയിൽ പെടാതെ തിരിച്ചു വരാൻ കഴിയുമെന്നെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങളോളം ആ പ്രാക്ടീസ് തുടർന്നു. അടുത്തതായി മറ്റൊരു പ്രധാന കാര്യം കൂടി അലൻ പേജ് ടീം മെമ്പേഴ്സിനെ ഓർമ്മിപ്പിച്ചു. അതായത് വോൾട്ടിനകത്ത് നിന്നും പഴയ $20 നോട്ടുകൾ മാത്രമേ എടുക്കാൻ പാടുകയുള്ളൂ എന്നതായിരുന്നു അത്. കാരണം പുതിയ കറൻസികൾ എടുത്തു കഴിഞ്ഞാൽ സീരിയൽ നമ്പർ വെച്ച് എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ കഴിയും. പഴയ നോട്ടുകളാണെങ്കിൽ അത് എളുപ്പത്തിൽ നടക്കില്ല. ഇതുവരെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ഡ്രോയിങ്ങും ആ കെട്ടിടത്തിന്റെ പുറമേ നിന്നുള്ള കാഴ്ചകളും മാത്രമേ അലൻ പേജിന്റെ ടീം മെമ്പേഴ്സ് കണ്ടിട്ടുള്ളൂ.
ഒന്നുമറിയാതെ അവരെ അകത്തു കൊണ്ടുപോയാൽ ചിലപ്പോൾ അവർ പാനിക്കാവുകയും അബദ്ധങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും. അതിനാൽ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ ഉൾവശം എങ്ങനെയുണ്ടാവുമെന്ന് ടീം മെമ്പേഴ്സിനെ കാണിക്കാനായി അലൻ പേസ് ഒരു സ്റ്റിൽ ക്യാമറ വാങ്ങിക്കുകയും ജോലിക്ക് പോകുന്ന സമയത്ത് ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിനകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ശേഷം രഹസ്യമായി നിരവധി ഫോട്ടോകൾ എടുത്തുകൊണ്ടുവന്ന് അതെല്ലാം ടീം മെമ്പേഴ്സിനെ കാണിച്ചു കൊടുത്ത് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തി. ഈ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു സംഭവം കൂടി നടന്നത്. അലൻ പേസ് ഭയപ്പെട്ടതുപോലെ തന്നെ നടന്നു. ടമീക്കോയുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അലൻ പേസിനെയും ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ തീരുമാനമായി. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ എല്ലാ ഗേറ്റുകളുടെയും കീ സൂക്ഷിച്ചിരുന്നത് അലൻ പേസ് ആയിരുന്നു. തനിക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ അടുത്ത നിമിഷം തന്നെ അലൻ പേസ് ആ കീകളുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് നിർമ്മിച്ചതിന് ശേഷമാണ് കീ ഹാൻഡ് ഓവർ ചെയ്തത്. ജോലി നഷ്ടപ്പെട്ടതിൽ അയാൾക്ക് ഒരു നഷ്ടബോധവും ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ പ്ലാൻ പ്രകാരം എല്ലാം കൃത്യമായി നടന്നാൽ ഒരു ജോലിക്കും പോവാതെ ജീവിതകാലം മുഴുവൻ ആഡംബര ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അവർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി അലൻ പേസിന് ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിനകത്തെ കാര്യങ്ങൾ ഇനി അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിന് മുൻപ് റോബറി നടത്തണം. ഡേറ്റ് ഒന്ന് നേരത്തെയാക്കാൻ അവർ തീരുമാനിച്ചു. സെപ്റ്റംബർ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച എന്നതിനു പകരം സെക്കൻഡ് ഫ്രൈഡേ, അതായത് സെപ്റ്റംബർ 12-ന് റോബറി നടത്താൻ തീരുമാനമായി. കൂടാതെ ടീം മെമ്പേഴ്സിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് അഞ്ചാമനായി അലൻ പേസിന്റെ മറ്റൊരു സുഹൃത്തായ തോമസ് ജോൺസൺ ടീമിൽ അംഗമായത്. 1-2 ദിവസത്തിനുള്ളിൽ തോമസ് ജോൺസണും അവർ എല്ലാ ട്രെയിനിങ്ങും കൊടുത്തു. ഇതിനിടയിൽ ടീം മെമ്പറായ യൂജീൻ ഹിൽ പുതിയൊരാശയം മുന്നോട്ട് വെച്ചു. അതായത് റോബറി നടന്ന സമയത്ത് അവരെല്ലാവരും ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ആശയമായിരുന്നു അത്. അതായത് സെപ്റ്റംബർ 12-ന് വൈകുന്നേരത്തോടെ യൂജീൻ ഹില്ലിന്റെ വീട്ടിൽ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും എല്ലാം വിളിച്ച് വലിയൊരു പാർട്ടി സംഘടിപ്പിക്കുന്നു. ശേഷം രാത്രിയോടെ മദ്യം തികയാത്തത് കാരണം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടി റോബറി നടത്തുന്നതിനായി പോകുന്നു. റോബറിക്ക് ശേഷം കുറച്ച് മദ്യവും വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്ന് പാർട്ടിയിൽ വീണ്ടും പങ്കെടുക്കുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പോലീസ് അന്വേഷിച്ചു വരികയാണെങ്കിൽ അന്ന് എല്ലാവരും ഈ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് വരുത്തി തീർക്കണം. അതായിരുന്നു യൂജീൻ ഹില്ലിന്റെ ആശയം. എല്ലാവരും യൂജീൻ ഹില്ലിന്റെ പ്ലാൻ അംഗീകരിച്ചതോടെ പാർട്ടി അറേഞ്ച് ചെയ്യപ്പെട്ടു. സെപ്റ്റംബർ 12-ന് വൈകുന്നേരത്തോടെ യൂജീൻ ഹില്ലിന്റെ വീട്ടിലേക്ക് ആളുകൾ എത്തി തുടങ്ങി. പാർട്ടിയും ആരംഭിച്ചു. യൂജീന്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു ട്രക്കും തയ്യാറാക്കി നിർത്തിയിരുന്നു. ആ ട്രക്കിലാണ് പണം നിറയ്ക്കേണ്ടത്. ടീം മെമ്പേഴ്സ് അവസാനഘട്ട ചർച്ചകളിലേക്ക് കടന്നപ്പോഴാണ് ട്രക്ക് ഓടിക്കാനായി ഒരാളെ കൂടി വേണമെന്ന് അവർക്ക് തോന്നി തുടങ്ങിയത്. കാരണം മറ്റുള്ള 5 പേരും സെക്യൂരിറ്റി ഗാർഡ്സായി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരും കായികക്ഷമതയുള്ളവരുമാണ്. ഒരാളെ ട്രക്ക് ഓടിക്കാനായി മാത്രം നിയോഗിച്ചാൽ ഒരുപക്ഷെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിനകത്ത് എന്തെങ്കിലും അറ്റാക്ക് നടത്തണമെങ്കിൽ അംഗബലം കുറയും. അതിനാലാണ് ട്രക്ക് ഓടിക്കുന്നതിന് വേണ്ടി മാത്രം ഒരാളെ കണ്ടെത്താൻ അവർ തീരുമാനിച്ചത്. അവസാന നിമിഷത്തിലെ തീരുമാനമായതുകൊണ്ടും വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നുള്ളതുകൊണ്ടും അലൻ പേസ് തന്നെ ഒരാളെ കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, അലൻ പേസിന്റെ സഹോദരി ഭർത്താവ് എറിക് ബോയ്ഡ് ആയിരുന്നു. റോബറി നടത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് എറിക് ടീമിൽ അംഗമായത്. അതിൻ്റെതായ ടെൻഷൻ അവനുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അലൻ പേസ് പ്ലാൻ വിശദീകരിച്ചു കൊടുത്ത് എറിക്കിനെ മാനസികമായി തയ്യാറെടുപ്പിച്ചു. ശേഷം അവരെല്ലാവരും യൂജീന്റെ വീട്ടിലെ പാർട്ടിയിൽ സജീവമായി പങ്കെടുത്തു. ഒടുവിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം രാത്രി 11 മണിയോടെ അവരെല്ലാവരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചകലെ നിർത്തിയിട്ടിരുന്ന ട്രക്ക് എടുത്ത് ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റിയിലേക്ക് തിരിച്ചു. ട്രക്കിനകത്ത് വെച്ച് തന്നെ എല്ലാവരും കറുത്ത വസ്ത്രങ്ങളും മുഖംമൂടിയുമെല്ലാം ധരിച്ച് ആയുധങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ മെയിൻ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ഗാർഡ്സ് രാത്രി 11 മണി കഴിഞ്ഞാണ് ഡിന്നർ കഴിക്കുന്നതിനായി ആ ബിൽഡിങ്ങിനകത്തുള്ള റൂമിലേക്ക് പോകുന്നത്. ആ സമയം അവർ ഗേറ്റ് പൂട്ടിയിടും. പിന്നീട് കൺട്രോൾ റൂമിലൂടെയുള്ള നിരീക്ഷണം മാത്രമേ ഉണ്ടാവൂ. അത് അലൻ പേസിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ആ സമയം നോക്കിയാണ് അവർ ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ മുന്നിലെത്തിയത്. അതുമാത്രമല്ല, മെയിൻ ഗേറ്റിലെ CCTV വിഷ്വൽസ് എപ്പോഴാണ് കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ നിന്നും മാറുന്നത്, കൃത്യം ആ സമയത്താണ് അവരവിടെ എത്തിയത്. ശേഷം അലൻ പേസിന്റെ കയ്യിലെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ ഗേറ്റ് തുറന്നു വെച്ചു. സിഗ്നൽ കിട്ടിയാലുടൻ ട്രക്ക് ബിൽഡിങ്ങിനകത്തേക്ക് കയറ്റാൻ പാകത്തിൽ പുറത്ത് നിർത്തിയതിനു ശേഷം എറിക് ബോയ്ഡ് ഒഴിച്ച് മറ്റെല്ലാവരും അകത്തേക്ക് പോയി. ബിൽഡിങ്ങിനകത്ത് കയറിയ അവരാദ്യം ഹാൾവേയിലെത്തുകയും സെക്യൂരിറ്റി ഗാർഡ്സ് ഇരുന്ന് ഡിന്നർ കഴിക്കുന്ന റൂമിന് പുറത്തെത്തുകയും ചെയ്തു.
ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ഹാൾവേയിലെ CCTV വിഷ്വൽസ് കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ തെളിയും. അതിനു മുന്നായി ആ 5 അംഗ സംഘം ആയുധങ്ങളുമായി സെക്യൂരിറ്റി ഗാർഡ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന റൂമിനകത്തേക്ക് ഇരച്ചു കയറി ചെല്ലുകയും അവരെയെല്ലാം ബന്ദികളാക്കുകയും ചെയ്തു. എല്ലാവരുടെയും കൈകാലുകൾ കെട്ടിയിട്ട് വായിൽ ടേപ്പ് ഒട്ടിച്ചതിനു ശേഷം ആയുധങ്ങളെല്ലാം പിടിച്ചു വാങ്ങി. ശേഷം ഹാൾവേയിലെ CCTV വിഷ്വൽസ് കൺട്രോൾ റൂമിലെ മോണിറ്ററിൽ നിന്നും മാറുന്നതുവരെ കാത്തിരുന്നു. ഈ ഒരു ടൈമിൽ തന്നെ അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. CCTVയിൽ പെടാതെ വോൾട്ടിനകത്ത് എത്തുക എന്നുള്ളത് എളുപ്പമല്ല. അതിനാൽ സെക്യൂരിറ്റി ഗാർഡ്സിനെ കീഴ്പ്പെടുത്തിയതുപോലെ തന്നെ കൺട്രോൾ റൂമിലെ ഗാർഡ്സിനെയും കീഴ്പ്പെടുത്താൻ അവർ തീരുമാനിച്ചു. പറ്റിയ സമയത്തിനായി കാത്തിരുന്നതിനു ശേഷം സമാനമായ രീതിയിൽ തന്നെ അവർ ആ കൺട്രോൾ റൂമിനകത്ത് കയറുകയും അവിടെയുള്ള ഗാർഡ്സിനെയെല്ലാം ബന്ദിയാക്കുകയും ചെയ്തു. ശേഷം ടീം മെമ്പേഴ്സിൽ ഒരാൾ കൺട്രോൾ റൂമിന്റെ ചുമതല ഏറ്റെടുത്തു. ഇനി CCTV ക്യാമറയെ ഭയക്കേണ്ടതായില്ല. അതിനാൽ തന്നെ ബാക്കിയുള്ളവർ ചേർന്ന് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ മാനേജറിനെ ബന്ദിയാക്കാൻ തയ്യാറെടുത്തു. കാരണം മാനേജറിന്റെ ക്യാബിനിൽ ഒരു എമർജൻസി ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം ലഭിക്കും. അതിനാൽ അവർ വളരെ ശ്രദ്ധയോടെയാണ് മാനേജറിന്റെ ക്യാബിനുള്ള ഫസ്റ്റ് വോൾട്ട് റൂമിന് മുന്നിലെത്തിയത്. ഇവരുടെ ഭാഗ്യത്തിന് അവിടെയും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നില്ല. എല്ലാവരും തുടക്കത്തിൽ തന്നെ ബന്ദികളാക്കപ്പെട്ടിരുന്നു. ഇതോടെ മാനേജറിന്റെ ക്യാബിനകത്തേക്ക് കയറിയ ആ 4 പേരും ആദ്യം തന്നെ മാനേജറിന്റെ തലയിലേക്ക് തോക്ക് ചൂണ്ടി. അദ്ദേഹം എമർജൻസി ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ മാനേജറിന്റെ കൂടെയുള്ള 2 വനിതാ അക്കൗണ്ടൻസിനെയും ബന്ദികളാക്കി. പണം വെച്ചിരിക്കുന്ന മെയിൻ വോൾട്ട് തുറക്കാൻ സഹായിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോവുമെന്നും അല്ലെങ്കിൽ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാവുമെന്നും പറഞ്ഞ് അലൻ പേസ് മാനേജറിനെ ഭീഷണിപ്പെടുത്തി. അവരുടെ ഭീഷണിക്ക് മുന്നിൽ ഭയന്ന മാനേജർ മെയിൻ വോൾട്ട് തുറന്നുകൊടുത്തു. എല്ലാവരുടെയും കൈകാലുകൾ കെട്ടിയിട്ടതിനു ശേഷം ആ 4 പേരും ചേർന്ന് വോൾട്ടിനകത്തു നിന്നും പണം പുറത്തെത്തിക്കാൻ തുടങ്ങി. ആദ്യം ഒരാൾ ചെന്ന് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന് പുറത്തു നിർത്തിയിട്ടിരുന്ന ട്രക്ക് ഡ്രൈവർ എറിക് ബോയ്ഡിന് സിഗ്നൽ കൊടുത്തു. ട്രക്ക് കോമ്പൗണ്ടിനകത്തേക്ക് എത്തിച്ചതിനു ശേഷം വലിയ ചാക്കുകളിൽ പണം നിറച്ച് ട്രക്കിനകത്തേക്ക് ലോഡ് ചെയ്യാൻ തുടങ്ങി. അടുത്ത 45 മിനിറ്റ് നേരത്തേക്ക് നിർത്താതെ പണം ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ട്രക്കിനകത്ത് പണച്ചാക്കുകൾ കുമിഞ്ഞുകൂടി. 45 മിനിറ്റ് കഴിഞ്ഞ് അവർ ലോഡിംഗ് നിർത്തി. കാരണം ഇനി ഇവിടെ നിന്നാൽ റിസ്ക് ആണ്. പോലീസിന് വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും അവരവിടെ എത്തും. അതിനാൽ ലഭിച്ച പണവുമായി അവർ 6 പേരും ചേർന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്നതിന് മുൻപായി കൺട്രോൾ റൂമിൽ CCTV ഫുട്ടേജുകൾ സേവ് ചെയ്യപ്പെടുന്ന ടേപ്പുകളെല്ലാം അവർ ഊരിയെടുക്കാനും മറന്നിരുന്നില്ല. ആദ്യം ആർക്കും സംശയം തോന്നാത്തൊരു സ്ഥലത്ത് പണമടങ്ങിയ ട്രക്ക് ഒളിപ്പിച്ചു. ശേഷം കുറച്ച് മദ്യവും വാങ്ങി എല്ലാവരും ചേർന്ന് യൂജിൻ ഹില്ലിന്റെ വീട്ടിലെത്തി പാർട്ടിയിൽ വീണ്ടും സജീവമായി പങ്കെടുത്തു. തങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം അലൻ പേസിനും മറ്റു ടീം മെമ്പേഴ്സിനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ പാർട്ടി അവർ അടിച്ചു പൊളിച്ചു. റോബറി നടത്തി എല്ലാവരും രക്ഷപ്പെട്ടു പോയി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ അവർക്കൊരു കാര്യം വ്യക്തമായി. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിനകത്തെ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാൾ തന്നെയാണ് പ്രതി. അതായത് അവിടെ നിലവിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോ പഴയ സ്റ്റാഫുകളോ കേസിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിന്റെ മെയിൻ ഗേറ്റ് പ്രതികൾ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് തുറന്നിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയത്. പോലീസ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ മാനേജർ 2 ആളുകളുടെ പേര് പറഞ്ഞു. ഒന്ന് ടമീക്കോ കാർണസ്, 2 അലൻ പേസ്. കാരണം അടുത്തിടെയാണ് അവരെ ജോലിയിൽ നിന്നും പുറത്താക്കിയത്. അതുപോലെ അന്ന് മാനേജറിനെയും അക്കൗണ്ടൻസിനെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ വ്യക്തിയുടെ ശബ്ദം കേൾക്കാൻ അലൻ പേസിന്റെ ശബ്ദം പോലെ ഉണ്ടായിരുന്നുവെന്ന് ഒരു വനിതാ അക്കൗണ്ടന്റും മൊഴി നൽകി. ഇതോടെ അലൻ പേസ്, ടമീക്കോ കാർണസ് തുടങ്ങി പഴയ ധാരാളം ജീവനക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയ പോലീസ് എല്ലാവരെയും വിശദമായി ചോദ്യം ചെയ്തു. എല്ലാവരെയും നുണപരിശോധനയ്ക്കും വിധേയരാക്കി. അതിൽ 2 വ്യക്തികൾ മാത്രമാണ് പരാജയപ്പെട്ടത്. അത് അലൻ പേസും ടമീക്കോയുമായിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാനൊന്നും പോലീസിന് കഴിഞ്ഞില്ലെങ്കിലും ഇരുവരുടെയും ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു ടീമിനെ ചുമതലപ്പെടുത്തി. അവർ അലൻ പേസിനെയും ടമീക്കോ കാർണസിനെയും 24 മണിക്കൂറും നിരീക്ഷിച്ചു. ഡെൻബർ ആർമേർഡ് ഫെസിലിറ്റിയുടെ കണക്കുകൾ പ്രകാരം $19 മില്യൺ മോഷ്ടിക്കപ്പെട്ടത്. എന്നാൽ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടാൽ അത് സൊസൈറ്റിയിൽ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ച് $1 മില്യൺ നഷ്ടപ്പെട്ടു എന്ന് മാത്രമാണ് വാർത്തകൾ കൊടുത്തത്. അലൻ പേസിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ശക്തമായ പോലീസ് നിരീക്ഷണം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ടീം മെമ്പേഴ്സ് എല്ലാം ചേർന്ന്
ട്രക്കിൽ നിന്നും പണം മാറ്റുകയും 6 ഷെയറുകളായി തിരിച്ച് മറ്റൊരു രഹസ്യ കേന്ദ്രത്തിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. റോബറി വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പണം പുറത്തെടുക്കരുത് എന്ന് അവരാദ്യം തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു. പറ്റിയ അവസരം നോക്കി വേണം അത് പുറത്തെടുത്ത് വൈറ്റ് മണിയാക്കേണ്ടത്. ഇങ്ങനെ വൈറ്റ് മണിയാക്കാനും അലൻ പേസ് ഒരു പ്ലാൻ ആദ്യം തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ഒരു ചെറിയ ബിസിനസ് തുടങ്ങുക, പതിയെ ആ ബിസിനസ്സിൽ നിന്നുമുള്ള ലാഭത്തോടൊപ്പം മോഷ്ടിച്ച പണവും പുറത്തെടുക്കുക. ക്രമേണ ബിസിനസ് വളരുന്നതിനോടൊപ്പം കൂടുതൽ പണം പുറത്തെടുക്കുകയും എല്ലാം ബിസിനസ്സിൽ നിന്നുമുള്ള ലാഭമായി കാണിച്ച് അതെല്ലാം വൈറ്റ് മണിയാക്കാനുമായിരുന്നു തീരുമാനം. അതിൻ പ്രകാരം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അലൻ പേസ് ഒരു സ്റ്റോർ തുടങ്ങി. അടുത്തുള്ള 1 വർഷത്തേക്ക് ആ സ്റ്റോറിൽ നിന്നുമുള്ള ലാഭത്തോടൊപ്പം കുറച്ച് പണമായി പുറത്തെടുത്തു. എന്നാൽ ടീം മെമ്പേഴ്സിൽ ചിലർക്ക് അലൻ പേസിന്റെ പ്ലാനിനോട് എതിർപ്പുണ്ടായിരുന്നു. ഈ രീതി തുടർന്നാൽ മോഷ്ടിച്ച പണം വെളുപ്പിച്ചെടുക്കുമ്പോഴേക്കും വർഷങ്ങളാവുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. ഒരു വിധത്തിൽ അലൻ പേസ് അവരെ പലതും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. 2 വർഷങ്ങൾ കടന്നുപോയി. FBI പോലും കേസിൽ ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പ്രതികളെക്കുറിച്ചുള്ള വിവരം നൽകുന്നവർക്ക് $2,50,000 റിവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു. ഇതിനിടയിൽ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പണം ഉപയോഗിക്കാൻ കഴിയാത്തതിൽ ക്ഷമ നശിച്ച യൂജീൻ ഹിൽ ആരോടും പറയാതെ അദ്ദേഹത്തിന്റെ ഷെയറിൽ നിന്നും $1,00,000 പുറത്തെടുത്തു. യൂജീൻ നേരെ പോയത് ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ അടുത്തേക്കായിരുന്നു. യൂജീൻ നേരത്തെ തന്നെ ആ ബ്രോക്കർ മുഖേന $1,00,000 വിലമതിക്കുന്ന ഒരു ലാൻഡ് വാങ്ങാൻ ധാരണയിലെത്തിയിരുന്നു. അതിനുവേണ്ടിയാണ് പണം പുറത്തെടുത്തത്. ആ $1,00,000 $20 കെട്ടുകളായിരുന്നു എന്ന് കണ്ടതോടെ ബ്രോക്കറിന് യൂജീനുമേൽ സംശയമായി. കാരണം നേരത്തെ തന്നെ ഡെൻബർ ആർമേഡ് ഫെസിലിറ്റിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത് $20 കെട്ടുകളാണെന്നുള്ള വാർത്ത പോലീസ് പുറത്തുവിട്ടിരുന്നു. കൂടാതെ പ്രതികളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർക്ക് $2,50,000 റിവാർഡ് ലഭിക്കാൻ പോകുന്നത്. ഉടനെ തന്നെ ആ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ പോലീസിന് വിവരം കൈമാറി. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ $1,00,000 പണമടങ്ങിയ ബാഗുമായി യൂജീൻ ഹില്ലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസ്ട്രിബ്യൂഷൻ സെന്ററിലെ ജീവനക്കാരെത്തി ആ പണം മോഷ്ടിക്കപ്പെട്ട പണം തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു. യൂജീൻ ഹിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരായി പിടിയിലായി. അലൻ പേസ് ഉൾപ്പെടെ 6 പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ പണം ഒളിപ്പിച്ച സ്ഥലത്ത് നിന്നും പോലീസിന് കണ്ടെത്താനായത് $7 മില്യൺ മാത്രമാണ്. മോഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ $19 മില്യൺ ആണ്. എങ്ങനെയൊക്കെ അന്വേഷണം നടത്തിയിട്ടും ആ $12 മില്യൺ പോലീസിന് വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കേസിലെ വിചാരണ പൂർത്തിയായപ്പോൾ 1-ാം പ്രതിയും റോബറിയുടെ മാസ്റ്റർ മൈൻഡുമായ അലൻ പേസിന് 24 വർഷത്തെ ജയിൽ ശിക്ഷയും മറ്റുള്ളവർക്ക് 10 മുതൽ 12 വർഷം വരെയുമാണ് ശിക്ഷ ലഭിച്ചത്. ഇന്ന് ഈ കേസിലെ പ്രതികളെല്ലാവരും ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോഴും ആ $12 മില്യൺ അവരെവിടെ ഒളിപ്പിച്ചു എന്നുള്ളത് മാത്രം ഇന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. വ്യത്യസ്തമായ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.